പോയി പോയി പോലീസില് അതെ അതെ അവര് പരാതി കൊടുത്ത അങ്ങനെയാണ്. അല്ലല്ല പരാതിയിൽ എല്ലാം പറയുന്നുണ്ട്. പരാതിയിൽ മർദ്ദിച്ചു എന്നും എന്നെ ഇത്തരത്തില് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ പോലീസിന് ഇന്ന് ഇന്ന് ടെക്നോളജി ഡെവലപ്പ് ചെയ്ത കാലമാണ്. മൊബൈൽ ടവർ മറ്റൊക്കെ ചെക്ക് ചെയ്ത് പരാതി കൊടുത്തിട്ടുണ്ട്. അതെ 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 അവര് കോടതിയിൽ നിന്ന് ഡയറക്ഷൻ വാങ്ങിയിരുന്നു. കോടതിയിൽ നിന്ന് ഇത് സംബന്ധിച്ച് ഡയറക്ഷൻ വാങ്ങിയിരുന്നു. കൃത്യമായിട്ട് അന്വേഷണം നടക്കണം എന്നൊക്കെ പറഞ്ഞ ഡയറക്ഷൻ അവര് വാങ്ങിയിരുന്നു. ഞാൻ എടുക്കാം. The crime number 712/2004 ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷൻ. അതിൽ പറയുന്നുണ്ടല്ലോ, the prior of the petition that the petition may be permitted to the investigation. എന്ന് പറയുന്നത് ഈ പരാതിക്കാരിയെ മർദ്ദിച്ചു എന്ന കേസാണ്. 712/2014 എന്ന് പറയുന്നത് പരാതിക്കാരിയെ മർദ്ദിച്ചു എന്ന കേസാണ്. അതാണ് ആ പരാതിയാണ് അദ്ദേഹം FIR വായിക്കാൻ ശ്രമിക്കുന്നത്. 2014 പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് FIR. അല്ലല്ല, അതായത് സ്വത്ത് തർക്കം സിവിൽ കേസായിട്ട് കോടതിയിൽ കൊടുത്തു. പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിലൊരു പരാതി 2014 കൊടുത്തു. രണ്ട് കേസാ. സിവിൽ കേസ് കോടതിയിൽ കൊടുത്തു. കോടതിയിലാണല്ലോ കൊടുത്തു. എനിക്കെതിരായിട്ടുള്ള ഈ കേസ് ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതിയായി കൊടുത്തു 2014. അല്ല, എല്ലാ കാര്യങ്ങളും ചേർത്തിയിട്ടാണ് ഇപ്പൊ ആരോപിച്ച മുഴുവൻ കാര്യങ്ങളും ചേർത്തിട്ട് തന്നെയാണ് പരാതി കൊടുത്തിരിക്കുന്നത്. അതെ, അത് അവിടെ നിൽക്കട്ടെ, കോടതി നടപടികൾ നിൽക്കട്ടെ. ഇപ്പൊ BJP സംസ്ഥാന പ്രസിഡന്റിന് പുതിയൊരു പരാതി ആയിട്ടാണ് ഈ താങ്കൾ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന പരാതി പോയിരിക്കുന്നത്. അതാണ് ഇന്ന് വാർത്തയായി വരികയും ചെയ്തിരിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ 15-ലും 20-ലും ഒക്കെ പൊട്ടിച്ചിട്ട് പൊട്ടാതെ പോയ സാധനം അന്നത്തെ നേരത്തെയുള്ള BJP സംസ്ഥാന അധ്യക്ഷന്മാർക്കും ഒരേ 15-ലും 20-ലും ഒക്കെ കൊടുത്താണല്ലോ. അന്നെല്ലാം പാർട്ടിയുടേതായിട്ടുള്ള അന്വേഷണം നടത്തി ഇതിൽ കഴമ്പില്ല എന്നുള്ളതിന്റെ പേരിൽ പാർട്ടി നടപടിയെടുക്കാതിരുന്നു.